ഈ സംഭവം നടന്നതും ഈ വീഡിയോ ഷൂട്ട് ചെയ്തതും നടിയെ ആക്രമിച്ചതും ഫെബ്രുവരി 17, 2017 അപ്പൊ ഈ വെഡിങ് റിംഗ് ഷൂട്ട് ചെയ്തില്ല, ഷൂട്ട് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത് 2017 ഫെബ്രുവരി 17 പക്ഷേ എൻഗേജ്മെന്റ് എന്നാ മാർച്ചില്. ശേഷം വന്ന പ്രോസിക്യൂട്ടറോട് വിഷ്ണു പറഞ്ഞു ദിലീപ് ഇങ്ങനെ പറഞ്ഞു എന്ന്. ദിലീപ് പറഞ്ഞു, പൾസർ പറഞ്ഞു, അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലേ, അവളുടെ എൻഗേജ്മെന്റ് റിംഗ് എനിക്ക് കാണണം തെളിവായിട്ട്. വിപിൻ ലാൽ പറഞ്ഞതും വിഷ്ണു പറഞ്ഞതും എല്ലാം ഒരേ കാര്യം തന്നെയാണ്. എങ്കിലും അപ്പൊ ഈ എൻഗേജ്മെന്റ് റിംഗ് എവിടെ നിന്ന് വന്നു? വെഡിങ് എൻഗേജ്മെന്റ് നടക്കാതെ എൻഗേജ്മെന്റ് റിംഗ് ഇതിനകത്ത് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തില് വിപിൻ ലാല് പാളിപ്പോയി. അവൻ വെഡിങ് റിംഗ് ആയിരിക്കില്ല, വെറും റിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒറ്റയടിക്ക് അങ്ങോട്ട് ചാടി. ദിലീപിന്റെ കേസിൽ നടി ആദ്യം പോലീസിന് കൊടുത്ത ഡെപ്പോസിഷനിൽ വെഡിങ് റിംഗ് ഉണ്ടെന്നോ, വെഡിങ് റിംഗ് ഷൂട്ട് ചെയ്യണമെന്നോ, വെഡിങ് റിംഗ് ഷൂട്ട് ചെയ്തു എന്നോ, വെഡിങ് റിംഗ് എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് റിംഗ് ആണ്, അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു പരാമർശവും ഇല്ലായിരുന്നു, യാതൊരു വിധത്തിലും ഇല്ലായിരുന്നു. ഈ ഒരു സാധനം ഓർമ്മ വേണേ. പോലീസിന് കൊടുത്ത ഡെപ്പോസിഷനിൽ വെഡിങ് റിങ്ങിനെ പറ്റിയോ അതിനെ പറ്റിയുള്ള സംസാരമോ അത് ഉണ്ടായിരുന്നു എന്നോ, അത് കാണട്ടെ, അത് ഷൂട്ട് ചെയ്യട്ടെ എന്ന് അക്യൂസ് നമ്പർ 1 A1 പറഞ്ഞു എന്നോ എവിടെയുമില്ല. ഇത് മനസ്സിൽ വെക്കണേ. A1 എന്താണ് പറഞ്ഞത്, പൾസർ സുനി എന്താണ് പറഞ്ഞത്, അക്യൂസ് നമ്പർ 1 എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേട്ടു. അയാളുടെ പേരിലാണല്ലോ ഇപ്പോൾ അയാൾ പറയുന്നതാണല്ലോ എല്ലാവർക്കും വിശ്വാസം. പക്ഷെ കോടതിക്ക് അത് വിശ്വാസമില്ല എന്ന് പ്രോസിക്യൂട്ടർമാർക്ക് അറിയുകയും ചെയ്യാം. അതായത് ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഡസൻ കണക്കിന് പിടിച്ചുപറി, കിഡ്നാപ്പിംഗ് കേസുകളുള്ള ഒരാളെ കോടതി പച്ചയ്ക്ക് വിശ്വസിക്കില്ല. അതുകൊണ്ട് അയാളുടെ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഉണ്ടാക്കിയതാവാം എന്ന് ആളുകൾ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ഇനി വരാൻ പോണ ഇൻസിഡന്റ് ഒന്ന് കേട്ടു നോക്കണം. അതായത് ഇതുപോലെയാണ് പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പൾസർ സുനി A1, അക്യൂസ്ഡ് A1 വെറുതെ ജയിലിൽ ചുമ്മാ സംസാരിച്ചിരിക്കുമ്പോൾ അത് കേട്ട വിപിൻ ലാലും വിഷ്ണുവും അവര് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവരിതേ ദിലീപായിട്ട് പൾസർ സുനി ഇന്ററാക്ട് ചെയ്തതിന്റെ വിശേഷങ്ങൾ ഇതേ പറയുന്നു എന്നും പറഞ്ഞിട്ട് അവരെ പോലീസ് വിറ്റ്നസ്സുകളാക്കി അവരുടെ നമ്പറുകൾ PW121 PW176 ഇത് രണ്ടുമാണ്. വിപിൻ ലാലും വിഷ്ണുവും രണ്ടും ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസ് ആണ്, കൺവിക്റ്റഡ് ക്രിമിനൽസ് ആണ് എന്ന് ഓർമ്മ വേണം. ഇവർ രണ്ടുപേരും പൾസർ സുനി ചേട്ടനുമായി വർത്തമാനം പറഞ്ഞു, വിശേഷം പങ്കുവെച്ച് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ കാഷ്വലായിട്ട് വിശേഷം പറയുമ്പോൾ അതിൽ നുണ പറയില്ലല്ലോ എന്നൊക്കെ ഉള്ള എന്ത് ധ്വനിയിലാണ് കൊണ്ടുവന്നതെന്നറിയില്ല, രണ്ടുപേരെ പോലീസ് വിറ്റ്നസ് ആക്കി കോടതികളിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം വിപിൻ ലാല് പറയാണ്, പൾസർ സുനി എന്നോട് പറഞ്ഞു, A1 എന്നോട് പറഞ്ഞു, കംപ്ലൈന്റിന്റെ അതായത് നടിയുടെ വെഡിങ് റിംഗ് ഷൂട്ട് ചെയ്യാൻ ഞാൻ ഒന്ന് ശ്രമിച്ചു എന്ന് പൾസർ സുനി പറയുന്നു എന്ന് പറഞ്ഞു. അതായത് കാണിക്കുന്നിന്റെ വെഡിങ് റിംഗ്, കാണിക്കുന്നിന്റെ എൻഗേജ്മെന്റ് റിംഗ് എന്ന് പറഞ്ഞ് വെഡിങ് റിംഗ് പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്തു, എൻഗേജ്മെന്റ് റിംഗ് പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് ഏത് സ്റ്റേജിലാണെന്ന് ആലോചിക്കണം. ഡെപ്പോസിഷൻ സ്റ്റേജിൽ പറഞ്ഞ ശേഷം ക്രോസിൽ ഒരു ചോദ്യം വന്നു. അതായത് ഡിഫൻസ് വക്കീലന്മാർ ചോദിച്ചപ്പോൾ ഡിഫൻസ് വക്കീലന്മാർ ഇങ്ങനെ ചോദിച്ചത്, അന്ന് എങ്ങനെയാണ് നിങ്ങൾ വെഡിങ് റിംഗ് ഷൂട്ട് ചെയ്തു എന്ന് അയാൾ പറഞ്ഞു. അതായത് പൾസർ സുനി ദിലീപ് പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു എന്നാണ് പറയണേ, വെഡിങ് റിംഗ് ഷൂട്ട് ചെയ്തു എന്നാണ് പറയണേ. അന്ന് ഈ സംഭവം നടന്ന സമയത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ വിപിൻ ലാൽ പെട്ടുപോയി. അതായത് എൻഗേജ്മെന്റ് റിംഗ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പൾസർ സുനി ചേട്ടൻ പറയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണമല്ല എൻഗേജ്മെന്റ്, ക്ഷമിക്കണം എനിക്കത് തെറ്റിപ്പോകുന്നുണ്ട്. ഉടനെ ഒറ്റയടിക്ക് കൂട്ടണടിച്ചു. വിപിൻ ലാൽ ഒറ്റയടിക്ക് കൂട്ടണടിച്ചു, വെഡിങ് റിംഗ് ആയിരിക്കില്ല, വെറും റിംഗ് ആണെന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് ചാടി. ഇതിന് ശേഷം
റീക്രോസ് എന്ന് പറയുക, അതായത് ക്രോസ് എക്സാമിനേഷന് ശേഷം പിന്നെയും നമ്മുടെ വക്കീല്, അത് ഈ കേസിൽ പ്രോസിക്യൂട്ടർ വേണമെങ്കിൽ പറയാം, എന്തോ ആയിക്കോട്ടെ, പ്രോസിക്യൂട്ടർ ഒരു സൈഡിൽ തന്നെയാന്ന് വേണമെങ്കിൽ പറയാം. പ്രോസിക്യൂട്ടർ പിന്നെയും വന്ന് ചോദിച്ചു, ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുത്തിയത് പച്ചക്കത്തി കൊണ്ടാണോ മഞ്ഞക്കത്തി കൊണ്ടാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അയാൾക്ക് പറയാനുള്ള എന്താണോ അത് മാത്രം പറയണം. അല്ലാണ്ട് ഒരു 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 ഫാക്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ട ശേഷം അതിനൊരു ഉത്തരം പറയൂ, അതിന്റെ അകത്തൊരു യെസ് ഓർ നോ പറയൂ, അല്ലെങ്കിൽ അതിന്റെ അകത്തൊരു ഇന്നതാണോ എന്ന് ചോദിച്ചാൽ അത് ലീഡിങ് ക്വസ്റ്റ്യൻ ആണ്, ഇത് അലവ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് അപ്പുറ സൈഡിന് വാദിക്കാം. എന്തെങ്കിലും ആവട്ടെ. ഇദ്ദേഹം വന്ന് ചോദിച്ചത്, പ്രോസിക്യൂട്ടർ വന്ന് ചോദിച്ചത്, ദിലീപ് വീഡിയോ എടുക്കാൻ പ്രത്യേക ഇൻസ്ട്രക്ഷൻ വല്ലതും കൊടുത്തതായിട്ട് പൾസർ സുനിയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു, റിങ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഒന്നുകൂടി പറഞ്ഞു, ഒന്നുകൂടെ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു, റിങ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. വെഡിങ് റിങ് എന്നുള്ളത് മാറ്റിയേ, ഇപ്പൊ വെഡിങ് റിങ് എന്ന് പുള്ളി പറയാണ്ടായി വിപിൻലാൽ. ഇനി അടുത്തതായിട്ട് ആ സമയം കോടതിയിൽ ഇല്ലാത്ത ആള് വിഷ്ണു, അതും ഒരു ക്രിമിനലാണ്, അദ്ദേഹം പുറത്ത് നിൽക്കുമായിരുന്നു. അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റി PW 171 അദ്ദേഹത്തെ എക്സാമിൻ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആണെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടിയാൽ 10 ലക്ഷം രൂപയ്ക്ക് അഭിനയിക്കുന്നതിന് തുല്യമായി പോയി. അദ്ദേഹം ഒരു പടി കൂടി കടന്നു പറഞ്ഞു. അതെന്താന്ന് പറയാം. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, വെഡിങ് റിംഗ് ഷൂട്ട് ചെയ്യാൻ ദിലീപ് പറഞ്ഞു എന്ന് പൾസർ സുനി ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് മുമ്പുള്ള ഇത് പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം അന്ന് വെഡിങ് നടന്നിട്ടില്ല, എൻഗേജ്മെന്റ് നടന്നിട്ടില്ല, ഇത് പൊളിഞ്ഞിരിക്കുകയാണ്. ജഡ്ജി അടക്കം തലയൊക്കെ വെച്ചിരിക്കുകയാണ്. ശേഷം ദിലീപിന്റെ വക്കീലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വക്കീലോ ഒന്ന് ചോദ്യം ചോദിച്ചു. നേരത്തെ കാര്യം തന്നെ പറഞ്ഞു, അല്ല അന്ന് വെഡിങ് കഴിഞ്ഞിട്ടില്ല, വെഡിങ് എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഈ സംഭവം നടന്ന ദിവസം, അപ്പൊ എങ്ങനെയാണ് ഈ റിങ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം വിഷ്ണു ഒന്നുകൂടി തർപ്പിച്ച്, ഞാൻ പറഞ്ഞില്ലേ 10 ലക്ഷം രൂപയ്ക്ക് അഭിനയിക്കും, ഒന്നുകൂടി തർപ്പിച്ച് പറഞ്ഞു, അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു, എനിക്ക് അവളുടെ എൻഗേജ്മെന്റ് റിങ് കാണണം എന്ന് ദിലീപ് പറഞ്ഞു എന്ന് പൾസർ സുനി പറഞ്ഞു, ഉറപ്പിച്ച് ഒന്നുകൂടി പറഞ്ഞു. ആദ്യത്തെ ആളെ അല്ലെങ്കിൽ തന്നെ വേണ്ടാന്ന് വെച്ചിരുന്നു. വിപിൻലാൽ അപ്പൊ തന്നെ ഓണറബിൾ ജഡ്ജ് ഒരു ചുമന്ന മാർക്കിട്ട് അങ്ങോട്ട് വെക്കും, ഇയാൾ പറഞ്ഞൊന്നും വിശ്വസിക്കരുത്. കോടതികളിലുള്ളതാണ്, ഒരാൾ ഒരു നുണ പറഞ്ഞാൽ ഒരു ചുമന്ന വര ഇടണം നമ്മൾ കാണാം. ചുമന്ന വരയാണ്, അത് വെച്ച് ദൂരെന്ന് കാണാൻ പറ്റും. പിന്നെ അയാൾ പറഞ്ഞൊന്നും വിശ്വസിക്കില്ല, നുണയന്റെ സത്യം കോടതിക്ക് വേണ്ട. അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു പടി കൂടി കടന്നു വിഷ്ണു, അപ്പോഴും ഒരു വര ഇട്ടിട്ടുണ്ടാവും. അതിനുശേഷം ഈ കോടതിയിൽ ഒരു വാദം ഉന്നയിക്കുകയാണ്, ജഡ്ജി തന്നെ ഒരു വാദം ഉന്നയിക്കുകയാണ്, അന്ന് കല്യാണമോ കല്യാണത്തിന് നിശ്ചയമോ ഒന്നും കഴിയാത്ത സ്ഥിതിക്ക് ഈ റിങ് അപ്രസക്തമാണെന്നും ഈ ആളുടെ മുഖം തന്നെ വീഡിയോയിൽ ഉണ്ടല്ലോ, അപ്പൊ ഈ റിങ് എടുക്കാൻ പറഞ്ഞു എന്നുള്ളത് അപ്രസക്തമാണെന്നും ഈ 2 സാക്ഷികളെ PW 171 വിഷ്ണുവും വിപിൻലാലും, അത് ജയിലിൽ കിടന്ന ക്രിമിനൽസ് ആണ്, ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസ്, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, അവരെ രണ്ടുപേരെയും വിശ്വാസത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നും ഉള്ള കൺക്ലൂഷനിൽ അതുപോലെയാണ് എത്തിയത്, ഈ പറഞ്ഞതുപോലെയാണ് എത്തിയത്.